ഹായ്. ഞങ്ങൾ ഫാമിലിപരമായിട്ട് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചാണ് ഊട്ടി പോകാനുള്ള, കൊടൈക്കനാൽ പോയിട്ട് ഊട്ടി പോകാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചിന് കൊടൈക്കനാൽ പോയിട്ട് കൊടൈക്കനാൽ വഴി ഊട്ടി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൊടൈക്കനാൽ പോകാൻ വേണ്ടിയുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ പോയതെന്ന് പറഞ്ഞാൽ MC റോഡ് വഴി പീരുമേട് വഴിയാണ് പോയത്. കുമളി റോഡ്, കുമളി കയറിയിട്ടാണ് പോണത്. എനിക്ക് തമിഴ്നാട് വഴി പോവാം, പക്ഷേ എനിക്ക് കാഴ്ചകൾ കാണാൻ വലിയ ഇഷ്ടമായതുകൊണ്ട് ആ റോഡിൽ കയറി കഴിഞ്ഞാൽ നല്ല കാഴ്ചകളാണ്. നല്ല രസകരമായിട്ട് വണ്ടി ഓടിച്ച് പോകാനൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആ പീരുമേട് ആ റൂട്ട് തിരഞ്ഞെടുത്തത്. ആ റൂട്ട് തിരഞ്ഞ് കയറിയാൽ തന്നെയും നേരെ ഇപ്പോൾ എത്തുന്നത് ആ തമിഴ്നാട്, അതായത് മധുര റൂട്ടിൽ പോയി കയറും. മധുര റൂട്ടിൽ പോയി കയറിയിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞാണ് നമുക്ക് ഇപ്പം ഇവിടെ കൊടൈക്കനാൽ പോകാനുള്ളത്. പക്ഷേ നേരത്തെ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ അതുവഴി പോയ ഒരു കാഴ്ചകളൊന്നും അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇതുവഴി പോയി കഴിഞ്ഞാൽ പീരുമേട് വഴിയൊക്കെ പോയി വണ്ടിപ്പെരിയാറ്, പിന്നെ പെരുന്തുരുത്തി, ഇങ്ങനെ കുമളി, ഇതൊക്കെ ഇതുവഴി പോയാൽ നല്ല ഭംഗിയാണ് കാണാനൊക്കെ കാഴ്ചകൾ. ഇവിടെ ഇത് പീരുമേടാണ്. അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടമാണ് ഈ കാണുന്നത്. ഇവിടെ ആര് വന്നാലും ഇതുവഴി പോകുമ്പോഴത്തേ അവിടെ നിർത്തി ഫോട്ടോ എടുക്കുകയും അവിടെ നിന്ന് വെളിയിറങ്ങി ഞാൻ വെള്ളമൊക്കെ നനച്ചിട്ടൊക്കെ പോകുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചോദിക്കുന്നത് പീരുമേടാണ്. നമ്മളിപ്പോൾ പീരുമേടെത്തി. നമ്മൾ രാവിലെ 3 മണിക്ക് ഇറങ്ങില്ല, കൊടൈക്കനാൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഊട്ടി പോകാനുള്ള തീരുമാനത്തിലായിരുന്നു. പിന്നെ നമ്മൾ മാറ്റിയത് കൊടൈക്കനാലിലോട്ടാക്കി. അങ്ങനെ ഇപ്പോൾ പീരുമേടാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ, നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ്. ബേക്കറി